മിമിക്സ് പരേഡ് എന്ന ചിത്രത്തിലെ കോമഡി മെഗാ ഹിറ്റ്. നിങ്ങളിൽ ഒരാൾ തന്നെയാണ് ഇത് ഒതുക്കിയിരിക്കുന്നത്. ഒരു മംഗളകർമ്മത്തിന് വേണ്ടി എന്നാണ് പ്രശ്നത്തിൽ പറയുന്നത്. മംഗളം ഭവന്തു. ആരെ എടുത്തെന്നറിയാൻ പറ്റുമോ കണിയരെ? പറയാം. ശത്രുവല്ല, മിത്രം. സഹപാഠിയാകാം, സതീർത്ഥനാകാം, സഹപ്രവർത്തകനാകാം. സാധനം ഇപ്പൊ എവിടെയാ ഉള്ളതെന്ന് പറയോ? നോക്കത്താ ദൂരം, പരന്ന ജലാശയം, അതായത് ആഴി, കടലാഴി. ആഴിയോട് ചേർന്നിട്ടുള്ള കരയിൽ, കടൽക്കരയിൽ. കടൽക്കരയിലോ? എടാ മനോജ, ഇതിലില്ല അതിലുണ്ടാ? ഓ ഇത് അതിലുണ്ടോടാ? ഇതിനകത്തൊന്നും ഒരു പുല്ലുമില്ല. എടാ അൻവറേ, അതിനകത്തുണ്ടോ നോക്കിക്കേ. എവിടാ? ഇതിലില്ല. എടാ സാബു, എന്താടാ അതിലുണ്ടാ നോക്ക്. ഇതിനകത്ത് കോപ്പാണ് ഇരിക്കുന്നത്. കുഴിച്ചോളൂ മകനെ, കണ്ടെത്തും. കുറെ നേരമല്ല ഇവിടെ കുഴി അവിടെ കുഴി അവിടെ കുഴി എന്ന് പറഞ്ഞു. എന്താണോ ഇതിന്റെ ഒരു അവസാനം? എന്റെ ബലമായ സംശയം അവൻ കുഴിച്ചിട്ടത് ഇവിടെ ആയിരിക്കില്ല എന്നുള്ളതാണ്. ഞങ്ങളിപ്പോ എന്താ ചെയ്യേണ്ടത്? അതിപ്പോ എന്ത് ചെയ്യാൻ? കുഴിച്ച കുഴികളെല്ലാം അങ്ങ് മൂടുക. കൃത്യമായ സ്ഥലം ഞാൻ കാണിച്ചു തരാം. ഇയാൾ എന്തോ അങ്ങനെ നമ്മുടെ കാശ് കൊണ്ട് മുങ്ങോ? കള്ള കണിയാനെ എന്റെ വില കളഞ്ഞു കുളിച്ചല്ലോ കണിയാരെ. ഇയാൾക്ക് ദീർഘായുസ് കൊടുക്കണേ. ആരാ? ഹലോ സർ, ഞങ്ങള് കേരള നാട് പത്രത്തിന്റെ റിപ്പോർട്ടേഴ്സ് ആണ്. ഐ എം ജുബൈൽ ലാബ്രഡോർ. ഇത് മിസ് ജിഞ്ചിലി ചിലി. ഹലോ, ഞങ്ങളൊരു ഹാപ്പി ന്യൂസ് അറിയിക്കാൻ വന്നതാണ്. മിസ് സന്ധ്യ ചെറിയാന് യൂണിവേഴ്സിറ്റി പരീക്ഷയിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയിരിക്കുന്നു. Really? സന്ധ്യ, സന്ധ്യ, പ്ലീസ് കം മിസ്റ്റർ ജുബൈൽ, പ്ലീസ്. താങ്ക് യു. ഈ റാങ്ക് കിട്ടിയ വിവരം കേരള നാട് തന്നെ ആദ്യം അറിയിക്കണമെന്ന് ഞങ്ങൾക്ക് വളരെ നിർബന്ധമുണ്ടായിരുന്നു. വി വെർ വെരി പർട്ടിക്കുലർ. കുഷനിലെ ഞങ്ങൾക്ക് മിസ് സന്ധ്യ ഒന്ന് ഇന്റർവ്യൂ ചെയ്യണം. ഡെഫിനറ്റ്ലി. മോളെ, ഈ വർഷത്തെ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് റാങ്ക് നിനക്കാണെന്ന്. ഓ, ഫസ്റ്റ് റാങ്ക് കിട്ടിയോ? താങ്ക് യു. അച്ചായ, ഞാൻ സെക്കൻഡ് പ്രതീക്ഷിച്ചുള്ളൂ. എക്സ്ക്യൂസ് മീ. ആരാ? വരൂ. ഞാൻ പല പ്രാവശ്യം ഫോണിൽ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷേ ഫോൺ ഔട്ട് ഓഫ് ഓർഡർ ആയിരുന്നു. എനിവേ, ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ് മിസ് സന്ധ്യ ചെറിയാൻ. ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. I am M.M. Thorapanangadi, MA MJ, അസിസ്റ്റന്റ് എഡിറ്റർ കേരള ഹെറാൾഡ് ഡെയിലി. സോറി, എനിക്ക് ഒട്ടും സമയമില്ല. ഒരു 5 മിനിറ്റ് എനിക്ക് തരണം. സന്ധ്യ ഒന്ന് ഇന്റർവ്യൂ ചെയ്യും. നോ, ദിസ് ഈസ് സന്ധ്യ ചെറിയാൻ. ഐ ആം സോറി സന്ധ്യ. മിസ്റ്റർ തൊരപ്പൻ, തിരക്ക് ഞങ്ങൾക്കുണ്ട്. ഞങ്ങളാണ് ആദ്യം വന്നത്. കേരള നാട് ഇന്റർവ്യൂവിന് ശേഷം മതി ഹെറാൾഡോ അംബാസിഡറും ഒക്കെ. ചിരിക്കല്ലേ. നിങ്ങളല്ലാതെ തീരുമാനിക്കേണ്ടത് മിസ് സന്ധ്യയാണ്. എങ്കിൽ സന്ധ്യ പറയട്ടെ. അല്ല, ഞാനിപ്പോ എന്താ പറയാ? തർക്കം വേണ്ട, നമുക്ക് നറുക്കിടാം. That's a good idea, Miss Jinjili. Let me take a piece of paper. Kerala, Nadu. Kerala. Let us try our fortunes. Okay. This time, Kerala. All right. Herald. Okay. Hold this. Lord. Take one. Read loudly. കേരള ഹെറാൾഡ്. Oh God. Thank God. സോറി സാർ, എനിക്ക് ഇവരുടെ മുമ്പിൽ വെച്ച് ഇന്റർവ്യൂ ചെയ്യാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. ഇവരെന്റെ സ്റ്റൈൽ കോപ്പി ചെയ്യും. ഓക്കെ സന്ധ്യ, നമുക്ക് അല്പം പ്രൈവറ്റ് ആയിട്ട് സംസാരിക്കണം. അച്ചായ. ഓക്കെ, carry on. അവരെ പിണക്കുന്ന അതൊരു തുക്കട മഞ്ഞ പത്രമാണ്, അറിയല്ലേ? ആരെന്തൊക്കെ സ്വകാര്യ ഇന്റർവ്യൂ എടുത്താലും ഞങ്ങളുടെ കേരള നാട് കവർ ചെയ്യുന്ന മാതിരി വരില്ല. വൈറ്റ് കവറേജ്, വൈറ്റ് ക്യാൻവാസ്, എക്സലന്റ് ഫോട്ടോഗ്രാഫി അല്ലേ മിസ് ജിഞ്ചിലി? ബൈ ദ ബൈ, സാർ എന്ത് ചെയ്യുന്നു? എന്താ നോക്കുന്നത്?
ഒരു പെയിൻ. ഞാൻ അപ്പോഴേ പറഞ്ഞതാ. ഓടിക്കോ എന്തിനു പരിഹാരം ഉണ്ടാക്കാം. കാര്യം സമാധാനത്തിൽ ഓടിക്കോ. വല്ല സ്വപ്നവും കണ്ടിട്ട് മനുഷ്യനെ തള്ളി താഴ്ത്തിടും. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ല ഇവിടെ ഒന്ന് കിടക്കരുന്നു. എടാ ഞാനൊരു സ്വപ്നം കണ്ടടാ. എന്ത് സ്വപ്നം? കാതറുമായി നമ്മളെല്ലാം അടിച്ചിട്ട് ഡയമണ്ട്സും കൊണ്ട് കടന്നു കളഞ്ഞു. ഓ, നേരം വെളുത്തായി ഡയമണ്ട്സ് എന്നുള്ള ഒറ്റ ചിന്തേ ഉള്ളൂ. ബാക്കിയുള്ളവർ എങ്ങനെയെങ്കിലും ഒന്ന് മറക്കാൻ ശ്രമിക്കുന്നു. മിണ്ടാതെ കിടന്ന് ഉറങ്ങണം. എന്നെ കൊല്ലാൻ നോക്കല്ലേട്ടോ. ഇങ്ങോട്ടോ. തന്റെ പേരെന്താണ്? പേരെന്താണെന്ന്? കത്രിയെ കുരിശ. ഓ, മണി. എന്താണ് തന്റെ അസുഖം? അസുഖം എന്താണെന്ന് പറയൂ. എന്താ ഡയലോഗ് പറയുന്നത്? ഡയലോഗ് പറയണോ? പൊട്ടൻ നിന്റെ അപ്പൻ കളിക്കല്ലേട്ടോ. അത് എന്നെ വെറുതെ ആവശ്യമില്ലാണ്ട് സ്റ്റേജിൽ കയറ്റിട്ട് പിന്നെ നിനക്ക് ഈ മോഹൻലാലിന്റെ ഐഡിയ അറിയാവോ? നിനക്ക് മധുവിന്റെ ഐഡിയ അറിയാവൂടാ പട്ടി. പ്രേം നസീറിന്റെ ഐഡി കണ്ടിട്ടുണ്ടോ? നിനക്ക് കമൽഹാസന്റെ ഐഡി അറിയാമോ? ജാക്കി ചാന്റെ ഐഡി അറിയാമോ? നാണമില്ലല്ലോടാ നിനക്കൊക്കെ. ഒരു പെണ്ണിന് വേണ്ടി കിടന്ന് അടിപിടി കൂടുന്നു. ഞാനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും നടക്കൂലായിരുന്നു. എടാ ഒരാണിന് 7 പെണ്ണ് വെച്ച് ഈ ലോകത്തുണ്ടെന്നാ പറയുന്നത്. ഏതെങ്കിലും നല്ല ഒരെണ്ണത്തിന് നോക്കി എനിക്ക് എടുത്താ പോലും. അടുത്ത പരിപാടിക്ക് ഞാനുണ്ടാവില്ല. ട്രൂപ്പിലൊക്കെ വേറെ ആളിനെ അന്വേഷിച്ചു. ഞാൻ അച്ഛനോട് പറയാൻ പോകുമെന്ന് പറഞ്ഞ് നീ അങ്ങനെ പേടിപ്പിക്കൊന്നും വേണ്ട. നീ ഇല്ലെങ്കിൽ വേറൊരുത്തൻ. ഓ, ഇവിടെ ട്രൂപ്പിൽ ചേരാൻ ആളുകൾ പുറകെ നടക്കുന്നു. എനിക്ക് പേടിയൊന്നുമില്ല. ഞാൻ വിചാരിച്ചാലും ഒരാഴ്ചക്കുള്ളിൽ വേറെ ട്രൂപ്പ് ഉണ്ടാക്കണം. ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ എന്തിനാ സംസാരിക്കുന്നത്? ഇതെങ്ങാനും അച്ഛന്റെ ചെവിയിലെത്തി ആകെ നാട്ട കേസോ. എന്റെ പൊന്നളിയന്മാരെ, കഴിഞ്ഞതൊക്കെ നിങ്ങളൊന്ന് മറക്കും. നിർത്തരുത്. ഒരുത്തന് കൂടുതൽ സംസാരിക്കണ്ട.
ഇവർ രണ്ടുപേരെയും ഒരു കുട കീഴിലാക്കിയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അതിന് കൊട എവിടെ? ഒറ്റ ചവിട്ട് വെച്ചെന്നുണ്ടല്ലോ. എടാ സാബു, നിനക്ക് ഇവനോട് വഴക്കുണ്ടോ? എനിക്ക് വഴക്കൊന്നുമില്ല. നിനക്കുണ്ടോടാ? നിനക്ക് വിഷമുണ്ടാവുന്ന എനിക്കറിയാം. അതൊക്കെ അങ്ങ് മറന്നുകളാ. നീ എഴുന്നേക്ക്. എഴുന്നേക്കടാ. എഴുന്നേക്കാൻ ഞാനാ പറയുന്നത്. എഴുന്നേക്ക്. നീ വാ, എഴുന്നേക്ക്. സാബു ഇങ്ങ് വാ. വാ, വരാൻ. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൈ കൊടുക്ക്. ഞാനാ പറയുന്നത് കൊടുക്കാൻ. നിമ്മി, ഇങ്ങനെയല്ല, നല്ല ചിരിച്ചോണ്ട് കൈ കൊടുക്ക. പല്ല് വിളി കാട്ടുന്നത് പിണക്കം തീർന്നുള്ള ചിരിയാണ്. നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. എങ്ങനെയുണ്ട